ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ക്രിസ്തുവാണ്. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ക്രിസ്തുവിനെ വിട്ടൊരു ജീവിതമില്ല. നമ്മുടെ ജീവിതം യേശുവിന് വേണ്ടിയുള്ളതാ. അത് സഹനങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും തകർച്ചയാണെങ്കിലും രോഗക്കിടക്കയിലാണെങ്കിലും പ്രതികൂലങ്ങളിലാണെങ്കിലും യേശുവിനെ ഞാൻ തള്ളി പറയത്തില്ല. അവന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ചങ്കിന്റെ ഉള്ളിലെ ഹൃദയത്തിലെ തീരുമാനം അതായിരിക്കണം. മരിക്കേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും യേശുവിനെ വിട്ട് ഒരു ജീവിതമില്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്ത നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ഒരു മണിക്കൂറിൽ, ലോകത്തിൽ 1 മണിക്കൂറിൽ 8 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നുവെന്നാണ് കണക്ക് പറയുന്നത്. അതുപോലെ ഭീകരപ്രവർത്തനം ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയ എത്ര ആരെങ്കിലും കരയുന്നതോ നിലവിളിക്കുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. അവിടെ ഉള്ളിൽ അത്രമാത്രം ആത്മധൈര്യം പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ബലപ്പെടുത്തുന്ന, മരിക്കാൻ ഒരു മടിയില്ല ക്രിസ്ത്യൻ വേണ്ടി. 21 പേരും അവിടെ കഴുത്തറക്കപ്പെട്ട് മരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. എൻ്റെ ഈ ജീവിതം യേശുവിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് യേശുവിനെ മാത്രം മതി. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ, ഇതൊന്നും എനിക്ക് വലുതല്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ യേശുവ. എൻ്റെ ഏറ്റവും വലിയ നിധി യേശുവാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഹൃദയത്തിൽ യേശുവിനെ നിങ്ങൾ എപ്പോഴും സ്വീകരിക്കണം, യേശുവിനെ ആരാധിക്കണം. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു, നിങ്ങളിത് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ഒരു ജീവിത സാഹചര്യം നമുക്കുണ്ടായാൽ നമ്മൾ യേശുവിനെ മരിക്കുമോ? ഉറപ്പാ മരിക്കും, ഒരു സംശയമില്ല. കാരണം അങ്ങനൊരു ജീവിത സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അവിടെയുള്ള ക്രൈസ്തവർക്ക് പരിശുദ്ധാത്മാവ് രക്തസാക്ഷിത്വത്തിൻ്റെ ആത്മാഭിഷേകം നൽകും. മരിക്കാൻ ഒരു മടിയില്ല ക്രിസ്ത്യാനിക്ക്. അത്രയ്ക്ക് തൻ്റെ ഇടം ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കും. പിന്നെ വളരെ അപൂർവം ആളുകൾ വല്ലതും തള്ളി പറഞ്ഞാലുള്ളൂ, അല്ലാത്ത മുഴുവൻ പേരും മരിക്കാൻ റെഡിയാവും. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. നമുക്ക് തന്ന ഈ ജീവിതം അത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം. അവന് വേണ്ടി മാത്രം ജീവിക്കണം. ഇനി ഉള്ള കാലമെങ്കിലും യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കണം. ഒരിക്കൽ ഞാനിത് പറഞ്ഞു വന്ന് വിട്ടുപോയി. പത്തനംതിട്ടയിൽ നിന്ന് ധ്യാനിക്കാമെന്ന ഒരമ്മ, ഒരു അനാഥ മന്ദിരത്തിൽ നിന്ന് വന്നൊരു അമ്മച്ചിയാണ്. ഞാൻ അമ്മയെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നു. 70 വയസ്സുള്ളൊരു അമ്മ. അമ്മയ്ക്ക് 2 മക്കളുണ്ട്, ഒരു ആണും പെണ്ണും. 2 പേരും നല്ലതായിട്ട് പഠിക്കും. അവർ പഠിച്ചു. ഒരാൾ എൻജിനീയർ, ഒരാൾ നേഴ്സ്. ഭർത്താവുണ്ടായിരുന്നു. ഭർത്താവ് രോഗം ബാധിച്ച് ഭർത്താവ് മരിച്ചുപോയി. ഇവർ 2 പേരും അമ്മ പറഞ്ഞാണ് ഞങ്ങൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി. അവർ ഫാമിലിയായിട്ട് ധ്യാനമൊക്കെ കൂടി. അങ്ങനെ മക്കളിവർക്ക് ക്രിസ്തുവിനെ അറിഞ്ഞു. അവർ നല്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കുടുംബമായിരുന്നു. മാമോദീസ സ്വീകരിക്കാൻ നേരത്ത് ഭർത്താവും ഭാര്യയും ഇവർ 2 പേരും മാമോദീസ സ്വീകരിച്ചു. മക്കൾ അപ്പോൾ അതിന് അത്ര ഒരുക്കമല്ലായിരുന്നു. പിന്നീട് അവർ മാറ്റിവെച്ചു. പിന്നീട് സംഭവിച്ചത്, മക്കൾ പ്രായം അനുസരിച്ച് അവർ ശരിക്കും മറ്റ് ബന്ധുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ മത ആചാരങ്ങളിലേക്കൊക്കെ അങ്ങനെ മടങ്ങിപ്പോയി. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം ഈ മക്കൾ അമ്മയെ പുറത്താക്കി. അമ്മ ക്രിസ്തുവിൻ്റേത് ആയതിൻ്റെ പേരിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചു. മാമോദീസ സ്വീകരിച്ചതിൻ്റെ പേരിൽ അമ്മയെ മക്കൾ പുറത്താക്കുകയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നു ആ അമ്മ പറഞ്ഞതും അമ്മയുടെ കണ്ണുനീരും. പത്തനംതിട്ടയിൽ മർത്തോമാ സഭക്കാർ നടത്തുന്ന ഒരു വൃദ്ധമന്ദിരത്തിലാണ് അമ്മ ജീവിക്കുന്നത്. ആരോ അമ്മയെ ധ്യാനത്തിന് കൊണ്ടുവന്നാണ്. ഹല്ലേലൂയ. അമ്മ പറയുകയാണ്, മക്കളെയൊക്കെ കണ്ടിട്ട് നാളുകളായി, മക്കളൊന്നും അന്വേഷിച്ച് വരാറില്ല. മക്കളെ കല്യാണം കഴിച്ചു. പുറത്താക്കപ്പെട്ട ഈ അമ്മയുടെ വേദന അമ്മ പറയുകയാണ്. അമ്മയ്ക്ക് ആ വൃദ്ധമന്ദിരത്തിൽ ഒരു മുറിയുണ്ട്. 2ാം നിലയിൽ ആണ് ആ മുറി. ഒരു മുറി ചെറിയ മുറിയാണ്. അമ്മ പറയുകയാണ്, ഏതെങ്കിലും ഒരു വാഹനം ഗേറ്റ് കടന്ന് വരുമ്പോൾ ഞാൻ ആ ജനൽ തുറന്നു കിടക്കുന്ന ജനല ഒന്നുകൂടെ തുറന്ന് ഞാൻ നോക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ തേടി വരികയാണോ?
എൻ്റെ മക്കള് അമ്മയെ തേടി വരികയാണോ? അമ്മയൊന്ന് കാണാനായിട്ട് വരികയാണോ? ഞാൻ ഇപ്പോഴും ഓർക്കാണ്, എൻ്റെ കയ്യെ പിടിച്ച് അമ്മ കരയുക. ഓരോ വാഹനം കയറി വരുമ്പോഴും ആ മുറ്റത്തേക്ക് വരുമ്പോഴും അമ്മ ഉറ്റുനോക്കുക, തൻ്റെ മക്കൾ തന്നെ തേടി വരികയാണോ ഒരിക്കലെങ്കിലും കാണാനായിട്ട്. ക്രിസ്തുവിനെ സ്വീകരിച്ചതിന്റെ പേരിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരമ്മ, ഭർത്താവ് മരിച്ചു പോയപ്പോഴാ മക്കള് അമ്മയെ പുറത്താക്കിയത്. ഇതുപോലെ ഉണ്ടെന്ന് കുറെ മനുഷ്യര്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവര്, അവന് വേണ്ടി ജീവിതം കൊടുത്തവര്, അവന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള കുറെ മനുഷ്യര് ലോകമെമ്പാടുമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടായിരിക്കാം, കർത്താവ് ക്ഷമിച്ചു. അടുത്തൊരു ചോദ്യമുണ്ട്, നീ എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിച്ചു? നിന്റെ മാതാപിതാക്കളെക്കാൾ ഉപരി, മക്കളെക്കാൾ ഉപരി, നിന്റെ സമ്പത്ത്, ജോലി, ഇതിനേക്കാളൊക്കെ ഉപരി നീ യേശുവിനെ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തില് എല്ലാറ്റിലും വലുത് നിനക്ക് ക്രിസ്തുവായിരുന്നോ? ആകണം. നമുക്കെല്ലാം യേശുവായിട്ട് മാറണം. യേശുവിനെ നീ സ്വന്തമാക്കിയാൽ നിനക്ക് എല്ലാം സ്വന്തമാവുകയാണ്. യേശുവിനെ സ്വന്തമാക്കിയാൽ നിനക്ക് വേണ്ടതെല്ലാം അവൻ തരുമെന്നേ. ആദ്യം ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും തേടുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിന്റെ രാജ്യം, ക്രിസ്തുവിനെ തേടുക, അവനെ സ്വന്തമാക്കുക, നിനക്ക് വേണ്ടതെല്ലാം അവൻ കൂട്ടിച്ചേർത്തു തരും. സമ്പത്താകാം, ജോലിയാകാം, മക്കളാകാം, കുടുംബമാകാം, എന്തുമാവട്ടെ, യേശുവിനെ സ്വന്തമാക്കിയാൽ നിനക്ക് വേണ്ടത് അവൻ തരും. അവൻ തന്നിരിക്കും. അവൻ വാക്കുമാറാത്ത ദൈവമാ, അവൻ സ്നേഹിക്കുന്ന ദൈവമാ, അവൻ സർവശക്തനാ. നിന്നെ വഴിക്കുപേക്ഷിച്ചിട്ട് അവൻ പോകത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് അവൻ നിന്നെ എത്തിക്കും. നിന്റെ കണ്ണുനീര് അവൻ തുടയ്ക്കും. നിന്റെ നൊമ്പരങ്ങളിൽ, നിന്റെ തകർച്ചകളിൽ അവൻ നിന്നെ പിരിയത്തില്ല. അവൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചേ, ശക്തിയോടെ ഹൃദയം തുറന്നൊന്ന് വിളിച്ച എൻ്റെ യേശുവേ. മാനസാന്തരം ആഗ്രഹിക്കുന്ന മക്കളൊന്ന് വിളിക്കട്ടെ, എൻ്റെ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി, ഓരോ ശക്തിയോടെ കരം പിടിച്ച്. ഹല്ലേലൂയ. എനിക്ക് യേശുവിനെ മതി. ഓരോരുത്തരും തീരുമാനിക്കണം, എനിക്ക് യേശുവിനെ മതി. മറ്റ് ഈ ലോകത്തിൽ ഒന്നുള്ളതും ഒന്നും വലുതല്ല. യേശു ഉണ്ടോ, ബാക്കിയെല്ലാം നമുക്ക് യേശു തരും. പത്രോസ് പറയുക, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. ഞാൻ പോവുക. അവരെല്ലാം കൂടെ മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. അവരുടെ വലയ്ക്കുള്ളിൽ ഒറ്റ മീൻ പോലും കയറിയില്ല. അവരുടെ വലയ്ക്കുള്ളിൽ ഒറ്റ മീൻ പോലും കയറിയില്ല. അപ്പോൾ ഒരു സ്വരം അവർ കേൾക്കുകയാ. കടപ്പുറത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. യേശുവായിരുന്നത് അവർക്ക് മനസ്സിലായില്ല. കടപ്പുറത്ത് യേശു നിൽക്കുക. യേശു വിളിച്ചു പറഞ്ഞു, മക്കളെ, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. ആ സ്വരത്തിന്റെ മാസ്മരിക ശക്തിയിൽ, ആ സ്വരത്തിന്റെ ആധികാരികതയിൽ, ആ സ്വരത്തിന്റെ ദൈവികതയിൽ ഒരുപക്ഷെ അവരുടെ മനസ്സ് വീണു പോയിട്ടുണ്ട്. ആ നിമിഷം തന്നെ അവർ വള്ളത്തിന്റെ വലതുവശത്തേക്ക് വലയിട്ടു. ഒത്തിരി സങ്കടമുണ്ടവർക്ക്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. തണുപ്പാണ്, കടലിലെ മത്സ്യത്തൊഴിലാളിക്ക് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അവര് ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. രാത്രി മീനില്ല, തണുത്ത് മരവിക്കുന്ന ശരീരം, നല്ല തണുത്ത കാറ്റുണ്ട്, കടൽക്കാറ്റ്. മീനെ കിട്ടാത്തതിൻ്റെ സങ്കടം, കുരിശ് തറയ്ക്കപ്പെട്ടതിൻ്റെ സങ്കടം. അങ്ങനെ സങ്കടവും വിഷമമൊക്കെ ആയിട്ടാണ് അവർ ഈ മീൻപിടുത്തത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അവര് വലയെറിഞ്ഞു. അടുത്ത നിമിഷം സംഭവിച്ചത്, ആ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് നാനാഭാഗത്തു നിന്ന് വലിയ മത്സ്യങ്ങൾ ഓടി വന്ന് വലയ്ക്കുള്ളിലേക്ക് ചാടിക്കയറുകയാണ്. കാരണം ആ വല വള്ളത്തിലേക്ക് ഇട്ടത് ക്രിസ്തുവിൻ്റെ വാക്കിൻ്റെ ബലത്തിലാണ്. അത് ഈ മത്സ്യങ്ങൾക്കറിയാം. ആ വല കടലിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ ആ മത്സ്യങ്ങൾക്കറിയാം, ഈ വല വന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനത്തിലാ. ഈ വല വെള്ളത്തിലേക്ക് വരുന്നത്, മീനുകൾ വലയ്ക്കുള്ളിലേക്ക് ചാടിക്കയറുകയാണ്. മുഴുത്ത മത്സ്യങ്ങൾ 153. ഹല്ലേലൂയ.
അവരെ വല വലിക്കുവാൻ തുടങ്ങി. ഒന്ന് വലിച്ചപ്പെടുന്ന വലിയ ഭാരം വീണ്ടും വലിച്ചു. ഭാരം കൂടുകയാ. ആഞ്ഞു വലിച്ചു. വലിക്കുമ്പോൾ വലിയ ഭാരം, വല കീറിപ്പോകുന്ന പോലെ ഭാരം അനുഭവിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലായി വല നിറച്ചു മീനെ കിട്ടിയിട്ടുണ്ട്. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ ആരാണ്? യോഹന്നാൻ സ്ലീഹ. യോഹന്നാൻ സ്ലീഹ വിളിച്ചു പറഞ്ഞു, അത് നമ്മുടെ കർത്താവാണ്. കടക്കരതിപ്പുണ്ട്, കടലക്കരതിപ്പുണ്ട്. അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവാണ്. അത് നമ്മുടെ കർത്താവാണ്. ഈ ശബ്ദം ഇങ്ങനെ അങ്ങോട്ട് പ്രതിധ്വനിക്കുക. യോഹന്നാൻ വിളിച്ചു പറയുക, അത് നമ്മുടെ കർത്താവാണ്. കാരണം യോഹന്നാന് മനസ്സിലായി. കാരണം യേശുവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ആഴത്തിൽ അനുഭവിച്ച യോഹന്നാൻ സ്ലീഹായ്ക്ക് മനസ്സിലായി അത് കർത്താവാണ്. ഇത് കേട്ട മാത്രയിൽ പത്രോസ് തന്റെ പുറങ്കുപ്പായം എടുത്തു ധരിച്ചു. എന്നിട്ട് കടലിലേക്ക് എടുത്തു ചാടിയ അതായത് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് ആദ്യം ചെയ്തത് എന്താണ് പറയാമോ? പത്രോസ് ആദ്യം ചെയ്തത് പറയാമോ? പത്രോസ് ആദ്യം എന്താ ചെയ്തത്? അത് കർത്താവാണെന്ന് യോഹന്നാൻ സ്ലീഹ വിളിച്ചു പറഞ്ഞപ്പോൾ പത്രോസ് ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ? ആരെങ്കിലും കിട്ടുന്നുണ്ടോ മനസ്സിൽ? പുറങ്കുപ്പായം ധരിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം ചെയ്തു. വല വലിച്ചുകൊണ്ടിരിക്കാം. വലയെന്ന് പിടിവിടാതെ പുറങ്കുപ്പായം ധരിക്കാൻ പറ്റുമോ? വല നിറച്ച് മനുഷ്യൻ വല വലിക്കുക. അത് കർത്താവാണെന്ന് കേട്ടപ്പോഴേ വലയെന്ന് പിടിവിട്ടു. അല്ലല്ലേ? പിടിവിട്ടു. അതുകൊണ്ട് ചില പിടികളെ വിടാതെ ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ചില പിടികൾ ചിലർ വെച്ചിട്ടുണ്ട്. ചില പിടികൾ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അത് മദ്യപാനമാകാം, പുകവലിയാകാം, തെറ്റായ ബന്ധമാകാം, കൂട്ടുകെട്ടാകാം, അവിഹിതമാകാം, തോന്നിവാസമാകാം, പലതുമാകാം. എന്തുമാവട്ടെ, ചില പിടികൾ കർത്താവിന് മാത്രം അറിയാവുന്ന ചില മേഖലകൾ അത് പിടിവിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാൽ ഉറപ്പാ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. പത്രോസ് പിടിവിട്ടു, വലയിൽ നിന്ന് പിടിവിട്ടു. ഇവിടെ പത്രോസിന് മീനും വേണ്ട, വലയും വേണ്ട, വള്ളവും വേണ്ട, കൂട്ടുകാരും വേണ്ട. പുറകുപോയിട്ടു, എടുത്തിയാടി. ഈ കൂട്ടുകാരെയൊക്കെ പിടിച്ച് മീൻ പിടിക്കാൻ ഇറക്കി തരാം പത്രോസ് അല്ലേ? അതെ, പത്രോസ ഇവരെ കൂട്ടുപിടിച്ച് ആദ്യം ഇറക്കിയത്. എന്നിട്ട് കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ? മീനും വേണ്ട, വള്ളവും വേണ്ട, വലയും വേണ്ട, കൂട്ടുകാരും വേണ്ട, എടുത്തു ചാടി. അത് യേശുവാണെന്ന് കേട്ടപ്പോൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്, പുറങ്കുപ്പായമൊക്കെ ധരിച്ചുകൊണ്ട്. എന്നിട്ട് പത്രോസ് നീന്തുകയാ. അവിടെ കരയില് പത്രോസ് കാണുന്നത് യേശുവിനെയാ. പത്രോസിന് ആ ഗനേസരത്ത് തടാകം നന്നായിട്ടറിയാം. ഞാനവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാനും അബ്രാഹാം കടിയച്ചൻ്റെ കൂടെ 5 തവണ അവിടെ വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ട്. ഗനേസരത്ത് തടാകം, അവിടെ ഈശോ അപ്പം മീനുണ്ടാക്കി അവിടെ ഒരു കൊച്ചു പള്ളിയുണ്ട്. ആ പള്ളിയിലൊക്കെ പോയി അവിടെ അപ്പം കൊണ്ടാക്കി വെച്ച് ഈശോ ഇരുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടുള്ളവർ നിറവേറ്റി കാണിക്കാവോ? വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർ, ഈ പറഞ്ഞ പള്ളിയിലൊക്കെ പോയിട്ടുള്ളവർ. പ്രൈസ് കൊള്ളാം, നല്ല കാര്യം. ഇനി പോകാത്തവരുന്ന് പോകണം കേട്ടോ. ഈ പൈസയും ഉണ്ടാക്കി വെച്ച് തിന്നും കുടിച്ച് ജീവിച്ച് ചത്തുപോയിട്ടൊരു കാര്യമില്ല. ജീവിക്കുന്ന കാലത്ത് ഇപ്പോൾ വേണ്ട, പണ്ടൊക്കെ 85,000 രൂപക്കൾ, ഇപ്പോൾ 1,00,000 രൂപയായി. അടുത്ത നാളിൽ കടിയൊക്കെ വെച്ചൻ ആളിലേക്ക് കൊണ്ടുപോയിട്ടായിരുന്നു. 1,60 മറ്റോ ആയി. 1,60,000 പൊക്കോട്ടെന്നേ. നിങ്ങൾ വിശുദ്ധ നാട് മൊത്തം പോയി ഈശോയുടെ രക്തം വീണ ആ മണ്ണിൽ ഒന്ന് കാലുകുത്തി അവൻ ജനിച്ചതും മരിച്ചതും നടന്നതും അവിടെ എല്ലാം പോയി കണ്ടുകെട്ടിട്ട് തിരിച്ചു വരണം. എന്തിനായി പണം ഉണ്ടാക്കുന്ന? ഒരു സുപ്രഭാതത്തിൽ മരിക്കും. ഈ മണ്ണിനകത്ത് നമ്മളെ കൊണ്ടുവെക്കും. കാർന്നമാരൊക്കെ സമ്പാദിച്ച് മക്കൾക്ക് കൊടുത്തോണ്ടിരിക്കുക. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നന്നായിട്ട് ഇച്ചിരി ഫുഡൊക്കെ കഴിക്കണേ. ഹല്ലേലൂയ. വല്ലപ്പോഴും 2 കിലോ ആട്ടിറച്ചിയൊക്കെ മേടിച്ച് വേവിച്ച് തിന്നണം. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച് പലരും കഴിക്കുകയില്ല, തിന്നുകയില്ല, കുടിയില്ല, ഒരു പരിപാടിയില്ല. എന്നിട്ട് ജീവിക്കണം. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുക. എന്തിനു വേണ്ടിയാ? അവന്മാർ പണിയെടുത്ത് ജീവിക്കട്ടെ. ആ ഒരു മനോഭാവത്തിലേക്ക് വരണം. മക്കൾ പണിയെടുത്ത് തന്നെ ജീവിക്കണം. ഹല്ലേലൂയ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ?
അണ്ട അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് വിശുദ്ധ നാട്ടിൽ നിന്ന് വരണം, നിന്റെ രക്തം വീണ മണ്ണിലൂടെ എനിക്കൊന്ന് നടക്കണം, നീ കുരിശുമായിട്ട് നടന്ന ആ പാതയിലൂടെ എനിക്കൊന്ന് വരണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് വഴി തുറന്നു തരുന്നേ. ഹല്ലേലൂയ. ഉണ്ട് സാമ്പത്തികമായിട്ട് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ എന്നോട് പ്രാർത്ഥിച്ചു, ദൈവം വഴി തുറന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പത്രോസ് കാണുകയാണ്, കടൽക്കരയിൽ യേശു നിൽക്കുകയാ. അത് കർത്താവാണെന്ന് കേട്ട മാത്രയിൽ കടലിലേക്ക് ചാടി നീന്തുകയാണ്. പത്രോസിന് മുൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, യേശു ക്രിസ്തു കടൽക്കരയിൽ നിൽപ്പുണ്ട്. പത്രോസിന്റെ കണ്ണുകൾ, പത്രോസിന്റെ ലക്ഷ്യം തിരകളെ മുറിച്ചുകൊണ്ട് അവൻ നീന്തുകയാ. തിരകളെ മുറിച്ചുകൊണ്ട് അവൻ നീന്തുകയാ. ഗനേസരത്തു തടാകത്തിന്റെ മുക്കും മൂലയും പത്രോസിനറിയാം. വലിയ മുക്കുവന അറിയത്തില്ലാത്ത കടലിന്റെ ഒരു ഭാഗങ്ങളുമില്ല. തിരകളെ മുറിച്ച് അവൻ നീന്തി കടൽക്കരയിൽ എത്തിച്ചേരുകയാ. ബാക്കിയുള്ളവര് വള്ളവും വല അവർ മീനൊന്നും കളഞ്ഞില്ല, മീനൊക്കെ വലിച്ച് വള്ളത്തിലിട്ടൊക്കെ അവർ വരുന്നതേ ഉള്ളൂ. പത്രോസ് അവിടെ ചെന്നിട്ട് ഈശോയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുക. ഒറ്റ ലക്ഷ്യം, യേശു മാത്രം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം യേശു മാത്രമായിരിക്കണം ഈ ജീവിതത്തിൽ. കാരണം നമ്മളൊക്കെ മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. സ്വർഗത്തിൽ പോകണ്ടേ? വേണ്ടേ? വേണ്ടേ? വേണം. നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, സ്വർഗത്തിൽ പോകണം. ഈശോയുടെ കൂടെ നിത്യതയിൽ എന്നൊരു ജീവിതം നമുക്കുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ സ്വപ്നവും അതായിരിക്കണം. ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പാണ് പാപസുഖങ്ങളുടെ പിന്നാലെ നമ്മൾ പോകത്തില്ല. എനിക്ക് യേശുവിന് വേണം, സ്വർഗം വേണം. അപ്പം പാപവും പാപസുഖവും എനിക്ക് വേണ്ട. എൻ്റെ ജീവിതം ക്രിസ്തുവിനുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.